ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് പീട്രോൺ ബൂം അൾട്ടിമ എന്ന് പറയുന്ന ഒരു ഡ്യുവൽ ഡ്രൈവർ ഹെഡ്സെറ്റാണ്. എൻജോയ് ടെക് വിത്ത് എസ്എൻകെ. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. അപ്പോൾ നമുക്ക് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് കവറുണ്ട്, അതങ്ങ് പൊളിച്ച് കളയാണ്. ഇത് ഡാർക്ക് ബ്ലൂ കളറാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് ബ്ലൂ കളറിലുള്ളൊരു കേസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഹെഡ്സെറ്റ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് കളറും ഉണ്ട്, വൈറ്റ് കളറും ഉണ്ട്. ബ്ലാക്ക് കളറാണെങ്കിൽ ബ്ലാക്ക് കേസിൻ്റെ ഉള്ളിൽ കിട്ടും, വൈറ്റ് കളറാണെങ്കിൽ വൈറ്റ് കേസിൻ്റെ ഉള്ളിൽ കിട്ടും. ഇതിൻ്റെ സൈഡിൽ ബൂം അൾട്ടിമ എന്ന് എഴുതിയുണ്ട്. ഡുവൽ ഡ്രൈവർ ഹെഡ്സെറ്റാണ്. ബാക്കിൽ കുറച്ച് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയുണ്ട്. അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പിന്നെ സൈഡിൽ ബൂം അൾട്ടിമ തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ എഴുതിയാണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ഒട്ടും വെയിറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും, കാരണം ഒരു വെയിറ്റ് നല്ലോണം കുറവുണ്ട്. സാധാരണ നമ്മളൊരു ഹെഡ്സെറ്റ് പിടിക്കുന്ന അത്ര പോലും വെയിറ്റ് ഇല്ല. അപ്പോൾ നല്ലൊരു പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്. ഇത് 1000 രൂപയാണ് വില. പക്ഷേ ഇപ്പോൾ ലൈറ്റ്നിങ് ഡീലിൽ എനിക്ക് 549 രൂപയ്ക്ക് കിട്ടി. ഇത് നമുക്ക് തൂക്കിയിടാൻ പറ്റിയൊരു കേസാണ്. നമുക്ക് ഇത് തൂക്കിയിടാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ കേസ്. പീട്രോൺ എന്ന് എഴുതിയുണ്ട്. ഇത് സിബ് വെച്ചാണ് നമ്മൾ തുറക്കുന്നത്, ഇങ്ങനെ റൗണ്ടായിട്ട്. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഹെഡ്സെറ്റ് ഉണ്ട്. ഹെഡ്സെറ്റ് ആദ്യമേ തന്നെ ഹെഡ്സെറ്റാണ് വന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ടിപ്പിനുള്ള നമ്മുടെ ബഡ്സ് പോലത്തെ ആ സംഭവങ്ങളാണ്. അത് 3 സൈസിൽ നമുക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇട്ടേക്കണത് മീഡിയം സൈസാണ്. അതിൻ്റെ ഉള്ളിൽ സ്മോളും ലാർജും കൂടിയും ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇയറിനനുസരിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ നോക്കാം ഈ ഹെഡ്ഫോണിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനിൽ നമ്മൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡുവൽ ഡ്രൈവർ ആണ്. ഡുവൽ ഡ്രൈവർ, ഒരു ഇയർ ടിപ്പിൽ ഡുവൽ ഡ്രൈവർ ഉണ്ട് ഇതിൽ. അത് 8mm ആണ് ഒരു ഡ്രൈവറിൻ്റെ സൈസ്. അങ്ങനെ 8mm സൈസുള്ള 4 ഡ്രൈവറാണ് ഇതിൽ വന്നത്. സാധാരണ ഹെഡ്ഫോണിൽ ഒരു ഡ്രൈവറാണ് ഉണ്ടാവുള്ളൂ, ഇതിൽ ഡുവൽ ഡ്രൈവർ ഉണ്ട്. ഒരു ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ക്യാരി ചെയ്ത് നടക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ അതുകൂടാണ്ട് ഈ ഇയർ ബഡ്സും ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴത്തായിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ വയറാണ് അടുത്ത് വരുന്നത്. വയറിൽ 1.2 മീറ്റർ ആണ് ഈ വയറിൻ്റെ ലെങ്ത്ത്. ഈ വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ TPE വയറാണ്, പ്ലാസ്റ്റിക് വയറാണ്. പക്ഷേ ഇതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് ക്യാമറയിൽ വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. നമുക്കത് ശരിക്കും നമുക്ക് കയ്യിലെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങാണ്. ആ കോട്ടിങ് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടില്ല. നമ്മുടെ വയറ് സാധാരണ ഒരു ഹെഡ്സെറ്റിൻ്റെ വയർ പോലെയല്ല. നമ്മൾ അറിയാണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു വലി വലിച്ചാലൊന്നും പൊട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ താഴത്തായിട്ട് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മൈക്ക് നോക്കുകയാണെങ്കിൽ, മൈക്ക് എന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് വെച്ച് തന്നെയാണ് ഈ മൈക്കിൻ്റെ ഏരിയയും ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ മൈക്കിൻ്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് പോസ് ചെയ്യാൻ പറ്റും, പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് താഴെ വന്നിരിക്കണത് അതിൻ്റെ മൈക്കാണ്, മൈക്കിൻ്റെ ഒരു സെക്ഷൻ. പിന്നെ താഴെ വന്നിരിക്കുന്നത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സ്വിച്ച് അല്ല. വോളിയം അപ്പ് സ്ലൈഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം അപ്പ് ആവും, സ്ലൈഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഡൗൺ ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ താഴത്തേട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇത് കണക്ടിവിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ 3.5mm ജാക്കിലാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3.5mm പിന്നാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ 3.5mm ഉള്ളവരൊക്കെ മേടിക്കാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് മറ്റേ എക്സ്റ്റൻഷൻ പോലത്തെ C-ടൈപ്പിൻ്റെ 3.5mm ആയിട്ട് കൺവേർട്ട് ചെയ്യണ എക്സ്റ്റൻഷൻ പോലത്തെ കേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് മേടിക്കാം. കാരണം ഇത് ഞാൻ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് 1000+ പ്രൈസാണ് വന്നത്. പക്ഷേ ഇതിൻ്റെ ലൈറ്റ്നിങ് ഡീലിൽ നമുക്ക് 549 രൂപയ്ക്ക് കിട്ടും. 4D ഹെഡ്സെറ്റ് എന്നാണ് പറയുന്നത്. 4D ഹെഡ്സെറ്റ് എന്ന് ഉദ്ദേശിച്ച 4 ഡ്രൈവേഴ്സ് എന്നാണ്. പിന്നെ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വെച്ചാൽ 20 Hz to 20 kHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ സെൻസിറ്റിവിറ്റി നോക്കുവാണെങ്കിൽ 101 dB ±3 dB ആണ് ഇതിൻ്റെ സ്പീക്കർ സെൻസിറ്റിവിറ്റി. മൈക്ക് സെൻസിറ്റിവിറ്റി ആണെങ്കിൽ -42 dB ±3 dB ആണ് മൈക്ക് സെൻസിറ്റിവിറ്റി വരുന്നത്. -42 dB ±3 dB ആണ് ഇതിന് മൈക്ക് സെൻസിറ്റിവിറ്റി വരുന്നത്. പിന്നെ ഇവർ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോ എന്നുള്ളതിൽ ഇവർ പറഞ്ഞേക്കണം. എന്താണെന്ന് വെച്ചാൽ പാസീവായിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, ഫുള്ളായിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗെയിമിംഗ് ഹെഡ്ഫോണിന് ഇത് പറ്റിയതാണ്, പിന്നെ മ്യൂസിക്കിന് ഇത് പറ്റിയതാണെന്ന് ഇവർ തന്നെ അവരുടെ ആമസോണിൻ്റെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗെയിമിങ്ങിനും മ്യൂസിക്കിനും ആപ്റ്റായിട്ടുള്ളൊരു ഹെഡ്ഫോണാണ്. പിന്നെ ആമസോണിൽ സെക്കൻഡ് റാങ്ക് ചെയ്യുന്നുണ്ട് PC ഗെയിമിംഗ് ഹെഡ്ഫോൺസ് എന്നുള്ളതിൽ സെക്കൻഡായിട്ട് റാങ്ക് ചെയ്യണ ഹെഡ്ഫോണാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.